പുളിങ്ങോം എടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 26, 27, 28 ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ചെറുപുഴ. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. മാർച്ച് 31-നകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ 40% ഇളവ്. ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം. പുളിങ്ങോം എടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 26, 27, 28 ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ആഘോഷത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച വൈകുന്നേരം 4:30 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, 6 മണിക്ക് വചനാമൃതം, 7 കൈകൊട്ടിക്കളി, മാതൃസമിതിയുടെ തിരുവാതിര, തുടർന്ന് വിവിധ കലാപരിപാടികൾ. രാത്രി 9:30 പുരുഷന്മാരുടെ കൈകൊട്ടിക്കളിയും നടക്കും. എടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം 2025 ഫെബ്രുവരി മാസം 26, 27, 28 തീയതികളിൽ നടക്കുകയാണ്. ഫെബ്രുവരി 26 വൈകുന്നേരം 4:30 കലവറ നടക്കൽ ഘോഷയാത്രയോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾക്ക് ആരംഭം കുറിക്കുന്നു. തുടർന്ന് എടവരമ്പ് മാതൃസമിതിയുടെയും ശ്രീ മുത്തത്തിയപ്പൻ ധർമ്മശാസ്ത്ര ക്ഷേത്രം മാതൃസമിതിയുടെയും ഭജനാമൃതം, അതിനുശേഷം മാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിര, തുടർന്ന് വിവിധ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ. രാത്രി 9:30 ശ്രീ വിഷ്ണു പുരുഷ കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി തുടങ്ങിയ പരിപാടിയാണ് ഒന്നാമത്തെ ദിവസം നടത്തുക. ഫെബ്രുവരി 27 ഉച്ചയ്ക്ക് 2 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടത്തോടുകൂടി രണ്ടാമത്തെ ദിവസത്തെ പരിപാടികൾ ആരംഭിക്കും. രാത്രി 8 മണിക്ക് കരിയക്കര ശ്രീ പൊട്ടൻദൈവ ദേവസ്ഥാനത്തു നിന്നും വിവിധ നിശ്ചല ദൃശ്യങ്ങളുടെയും മറ്റു ടാബ്ലോകളുടെയും പശ്ചാത്തലത്തിൽ വർണ്ണശബളമായ കാഴ്ച ആരംഭിക്കുന്നതാണ്. ഈ ഉത്സവത്തിന് ഈ പ്രാവശ്യം വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് ഒരു ഊട്ടുപുര എന്നുള്ളൊരു ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതെല്ലാവരുടെയും സഹകരണത്തോടു കൂടി അതിൻ്റെ പാതി വഴി എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വാർക്ക, അതേപോലെ തന്നെ ബാക്കിയുള്ള പണി പൂർണ്ണമായും കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ട പണി തേപ്പ്, അതുപോലെ തന്നെ ടൈല്, ബാക്കിയുള്ള പണിയാണ്. അത് അടുത്ത ഉത്സവത്തോടു കൂടി പൂർത്തീകരിക്കണം എന്നാണ് നിർമ്മാണ കമ്മിറ്റിയുടെ ആഗ്രഹം. അതിൽ എല്ലാവരും നല്ലവരായ മുഴുവൻ നാട്ടുകാരും ഭക്തജനങ്ങളും സഹകരിക്കും എന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ക്ഷേത്രം പ്രസിഡന്റും ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ വേണുഗോപാലൻ ചെഞ്ചേരി, സെക്രട്ടറി KP അരുൺ, കൺവീനർ ഉണ്ണികൃഷ്ണൻ കടേക്കര, ഖജാൻജി രാജൻ കുന്നത്ത്, സതീശൻ, മാതൃസമിതി പ്രസിഡന്റ് സജിത സന്തോഷ്, വൈസ് പ്രസിഡന്റ് ശാരദ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പ്രീതി രാജേഷ്, ഖജാൻജി സരോജിനി പൂക്കുടി തുടങ്ങിയവർ കാര്യങ്ങൾ വിശദീകരിച്ചു. ചാലക്കുടി പ്രസീതയുടെ നല്ല നാടൻപാട്ടുണ്ട്. ഇവിടുത്തെ മാതൃസമിതിയുടെയും പുരുഷ ടീമിൻ്റെയും ഒക്കെ വിവിധങ്ങളായ പരിപാടികളുണ്ട്. കുട്ടികളുടെ അരങ്ങേറ്റമുണ്ട്, പരിപാടിയുണ്ട്. അങ്ങനെ എല്ലാം നല്ല വർണ്ണശബളമായ കാഴ്ച കരിയക്കര പൊട്ടൻദൈവ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. അത് വിവിധങ്ങളായ ഫ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളും മറ്റും അങ്ങനെ അനേകം പരിപാടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം വിജയിപ്പിക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. വളരെ ഭംഗിയാർന്ന രീതിയിലാണ് ഈ വർഷത്തെ ഉത്സവ ആഘോഷിക്കാൻ ക്ഷേത്രം ഭരണസമിതിയും ആഘോഷ കമ്മിറ്റിയും മാതൃസമിതിയും എല്ലാം അടങ്ങുന്ന വിപുലമായ ഒരു കമ്മിറ്റി, 101 അംഗ ആഘോഷ കമ്മിറ്റിയാണ് പൊതുയോഗത്തിൽ വെച്ച് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനവും ഏറ്റവും നല്ല രീതിയിൽ മാതൃസമിതിയുടെയും ക്ഷേത്രം ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെ എല്ലാം സഹകരണത്തോടെ ഇപ്പം തന്നെ ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രം മാതൃസമിതി അന്നദാനത്തിന് വേണ്ടി സ്വന്തം നിലയിൽ വിഷരഹിത പച്ചക്കറി എന്നുള്ള ഒരാശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. അത് ഒരു നല്ല രീതിയിൽ ആ പ്രവർത്തനം നടത്തുവാനും വിജയിപ്പിക്കുവാനും മാതൃസമിതിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്സവാഘോഷ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അവരും അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്വന്തം നിലയിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഉത്സവാഘോഷ പരിപാടികൾ പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ആഘോഷത്തോടനുബന്ധിച്ച് മാതൃസമിതിയുടെ നല്ല പിന്തുണയാണ് അമ്പലത്തിന് വേണ്ടി ഉണ്ടാകുന്നത്. മാതൃസമിതിൻ്റെ തിരുവാതിര, ഡാൻസ്, കുട്ടികളുടെ പരിപാടി എല്ലാം
നല്ല ഭംഗിയായി നടത്താൻ സാധിക്കുന്നുണ്ട്. ആഘോഷത്തിൽ 27 വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് ഗണപതി ഹോമം, ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം, 2 മണിക്ക് ശ്രീമുത്തപ്പൻ വെള്ളാട്ടം, വൈകുന്നേരം 7 വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട്, 8:30 വർണ്ണശബളമായ കാഴ്ച, രാത്രി 9 പ്രസീത ചാലക്കുടി നയിക്കുന്ന ഗാനമേള, 28 പുലർച്ചെ 4 മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്, രാവിലെ 10 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ തിരുപ്പുറപ്പാട്, തുടർന്ന് തുലാഭാരം, ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനവും നടക്കും. ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് ഇനി ചെറുപുഴയിലും. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ. ഫാഷൻ ഡിസൈനിംഗ് രംഗത്ത് ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വിവാഹം, ആദ്യ കുർബാന എന്നിവയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചും ചുരിദാർ, സാരി, ബ്ലൗസ്, ഫ്രോക്ക് തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും കൂടാതെ കളർ ഡൈയും ചെയ്തു കൊടുക്കുന്നു. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. മാർച്ച് 31-നകം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടോട്ടൽ ഫീസിന്റെ 40% ഇളവ്. ചുരുങ്ങിയ കാലയളവിൽ മികച്ച പരിശീലനം. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ചെറുപുഴ. ഫോൺ 9645621329. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ.